രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുന്നതിനിടെ കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്കുള്ളിലും തന്നെ അസ്വസ്ഥതകൾ ഉയരുന്നുവെന്ന സൂചന നൽകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഡൽഹിയിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ ലാത്തിചാർജും ബലപ്രയോഗവും വലിയ വിവാദമായിരുന്നു. പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കുകയും നിരവധി മനുഷ്യാവകാശ സംഘടനകൾ വിമർശനം ഉയർത്തുകയും ചെയ്തു. ഇതിനിടെയാണ് ബി.ജെ.പിയിലെ ഒരു മുതിർന്ന എം.പി തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് കടുത്ത ചോദ്യങ്ങൾ ഉന്നയിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടയിൽ ഡൽഹി പോലീസ് നടത്തിയ നടപടികൾ രാജ്യവ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. പ്രതിഷേധക്കാരെ ലാത്തി ചാർജ് ചെയ്യുക, കണ്ണീർ വാതകം പ്രയോഗിക്കുക, നിരവധി വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുക തുടങ്ങിയ നടപടികളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഈ സംഭവത്തിന് പിന്നാലെ ബി.ജെ.പിക്കുള്ളിൽ തന്നെ ചില നേതാക്കൾ സ്വകാര്യമായി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി ഉയർന്നത് ഒരു ബി.ജെ.പി എം.പി അമിത്ഷായോട് നേരിട്ട് ഈ പോലീസ് നടപടികളെക്കുറിച്ച് ചോദ്യം ചെയ്തു എന്ന വിവരമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം സമാധാനപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ഇത്രയും കർശനമായ പോലീസ് നടപടി ആവശ്യമുണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് ഉയർന്നത്. യുവാക്കളുടെ പ്രതിഷേധം രാഷ്ട്രീയപരമായി നേരിടേണ്ട വിഷയമാണോ, അതോ നിയമസമാധാന പ്രശ്നമായി മാത്രം കാണുന്നതാണോ എന്ന ചർച്ചയും ഉയരുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ കേൾക്കുന്നതിന് പകരം ശക്തിപ്രയോഗം നടത്തിയാൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയും പ്രകടിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് ശക്തിപ്രയോഗം നടത്തുകയാണെന്ന് അവരുടെ ആരോപണം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും പ്രതിഷേധക്കാർക്കെതിരായ നടപടികൾക്ക് ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവജനങ്ങളുടെ ഭാവി തകർക്കുന്നവരെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള സർക്കാരിന്റെ പ്രതികരണം വിമർശനങ്ങൾക്ക് വിധേയമായി. അതേസമയം പോലീസ് നിയമവും ക്രമവും പാലിക്കാനാണ് നടപടിയെടുത്തതെന്നാണ് സർക്കാർ വാദിക്കുന്നത്. പ്രതിഷേധത്തിനിടെ ചില സ്ഥലങ്ങളിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതിനെ തുടർന്നാണ് നടപടിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഭരണകക്ഷികൾക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നുവെന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അത് സാധാരണ രാഷ്ട്രീയ സംഭവമല്ല. സാധാരണയായി ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബി.ജെ.പി ഒരൊറ്റ നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ യുവജന പ്രതിഷേധവും പോലീസ് നടപടിയും സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നുവെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത്. ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശവും നിയമം പാലിക്കാനുള്ള ബാധ്യതയും ഒരുപോലെ പ്രധാനമാണ്. പ്രതിഷേധം സമാധാനപരമായിരിക്കണം എന്നത് എത്രത്തോളം ശരിയാണോ അതുപോലെ തന്നെ നിയമം നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾ ആവശ്യമായ പരിധിക്കുള്ളിൽ മാത്രമേ ബലം പ്രയോഗിക്കാവൂ എന്നതും ഒരു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വമാണ്. ഈ സംഭവത്തിന് ശേഷം അതിരുകടന്ന ബലപ്രയോഗമുണ്ടായോ എന്ന ചർച്ച രാജ്യത്തുടനീളം ശക്തമായിരിക്കുകയാണ്. അന്വേഷണം, രാഷ്ട്രീയ വിമർശനം, പൊതുചർച്ച എന്നിവ ഇനിയും തുടരുമെന്നതാണ് നിലവിലെ സാഹചര്യം. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, പോലീസ് നടപടി, സർക്കാരിന്റെ പ്രതികരണം, ഭരണകക്ഷികൾക്കുള്ളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് ഈ വിഷയം ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചയായി മാറിയിരിക്കുന്നത്. ഇനി കേന്ദ്ര സർക്കാർ ഈ വിമർശനങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകും? പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? ഭരണകക്ഷിക്കുള്ളിലെ അസ്വസ്ഥതകൾ കൂടുതൽ പുറത്തുവരുമോ? അടുത്ത ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളാകും അതിന് മറുപടി നൽകുക.